ഒരു ചായ കുടിച്ചിട്ട് സംസാരിച്ചാലോ? ഒട്ടുമിക്ക മലയാളികളുടെയും സൗഹാർദ്ദത്തിൻ്റെ ഡയലോഗാണല്ലേ ഇത്. ബട്ട് ഇപ്പോഴത്തെ ഫിറ്റ്നസ് എറയിൽ ഇതിനൊരു മറുപടിയും കൂടിയുണ്ട്. ഇല്ലടാ, ഞാൻ ഡയറ്റിലാണ്. ശരിക്കും ചായ ഒഴിവാക്കേണ്ടതുണ്ടോ? ഹേ ദേർ, I am Dr. Ansa, practicing GP and lifestyle medicine expert at Sirtuim Project, and this is day 16 of my transformation journey. സങ്കടത്തിലും സന്തോഷത്തിലും ടെൻഷനിലുമൊക്കെ നമ്മൾ കൂടെ കൂട്ടുന്ന ചായ ഇന്ന് നമ്മുടെ ഫേവറേറ്റ് ആയിരുന്നു. പക്ഷേ ചായയ്ക്ക് പകരം നമ്മൾ ഇന്ന് ഹെൽത്തി ഓപ്ഷൻസ് നോക്കാറുണ്ട്. അരക്കപ്പ് പാലും അരക്കപ്പ് വെള്ളവും 1 ടീസ്പൂൺ ഷുഗറും ഒക്കെ ചേരുന്ന ചായയ്ക്ക് ഏകദേശം 65 മുതൽ 85 കാലറി വരെയാണ് ഉള്ളത്. ഡെയിലി 2 കപ്പ് ചായയൊക്കെ ആണെങ്കിൽ സേഫ് ആണോ? എന്നാൽ അതിന് പകരം ഹെൽത്തി എന്ന് കരുതി നമ്മൾ ജ്യൂസ് ആക്കിയാലോ? ഫ്രൂട്ട്സിൻ്റെ ഫൈബറൊക്കെ പോയ ഒരു ഷുഗർ ഡ്രിങ്ക് ആയിരിക്കും ഷുഗർ ഇല്ലെങ്കിൽ പോലും നമ്മൾ കുടിക്കുന്നത്. ഏകദേശം 150 മുതൽ 250 കാലറി വരെ അത് പോകാം. ഫ്രൂട്ട്സ് ഹെൽത്തി അല്ലേ? യെസ് ആണ്. ബട്ട് വെൻ ഇറ്റ്സ് കൺസ്യൂംഡ് ആസ് ഫ്രൂട്ട്, നോട്ട് ആസ് ജ്യൂസ്. ഗ്രീൻ ടീ ആണെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ഒബീസിറ്റി എന്നൊക്കെ പറഞ്ഞ് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. ബട്ട് വെൻ ഇറ്റ്സ് കൺസ്യൂംഡ് റൈറ്റ്, അമിതമാവുമ്പോൾ അമൃതും വിഷമാവട്ടോ. ഏറ്റവും പ്രധാനം, ചായ ചേർത്ത് പിടിക്കുമ്പോൾ കൂടെ പോരുന്ന ആ കടിയില്ലേ, അത് ചില്ലുപട്ടി തന്നെ ഇരുന്നോട്ടെ എന്ന് വെക്കണം. അപ്പോൾ ശരി, ജീവിതം ഒന്നല്ലേ ഉള്ളൂ. തെറ്റും ശരിയും ശരിക്കും മനസ്സിലാക്കി ഒഴിവാക്കേണ്ടവരെ മാത്രം ഒഴിവാക്കുക. നാളെ കാണാം.